ഞാൻ രമ്യ ഹരിശങ്കർ. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ വിസിറ്റ് ചെയ്യുന്നതെങ്കിൽ എല്ലാവരും ആ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതോടൊപ്പം സൈഡിലുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ പുതിയ വീഡിയോ ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എൻ്റെ നോട്ടിഫിക്കേഷൻ വരും. ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് കോവയ്ക്ക പീരയാണ്, അല്ലെങ്കിൽ പീര പറ്റിച്ചത്. നമ്മൾ മീൻ പീരയൊക്കെ ഉണ്ടാക്കുന്ന മാതിരി അതിൻ്റെ വെജിറ്റേറിയൻ വേർഷൻ. ഞാനിവിടെ കോവയ്ക്ക നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഏകദേശം ഒരു 250 ഗ്രാം, അതായത് 1/4 കിലോ ഉണ്ടാവും. പിന്നെ നമുക്ക് വേണ്ടത് കൊടംപുളി ഞാനൊരു വലുതും പിന്നെ ഒരു ചെറുതുമാണ് എടുത്തിരിക്കുന്നത്. കുറച്ച് വെള്ളത്തിൽ ഒരു 10-15 മിനിറ്റ് മുമ്പ് തന്നെ വെള്ളത്തിൽ കുതിർത്ത് വെച്ചതാണ്, ചുടുവെള്ളത്തിൽ കുതിർത്ത് വെച്ചതാണ്. അപ്പം ഇനി നമുക്ക് അരപ്പരയ്ക്കണം. ജസ്റ്റ് തേങ്ങയും പച്ചമുളക് വെളുത്തുള്ളിയും ഒക്കെ ഇട്ടിട്ടൊന്ന്, ജീരകമൊക്കെ ഇട്ടിട്ടൊന്ന് നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. ജസ്റ്റ് പൾസിലിട്ടിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ 2 പച്ചമുളക്, എരിവിനനുസരിച്ചിട്ട് വേണമെങ്കിൽ 3-4 പച്ചമുളക് എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ കുറച്ച് എരിവ് ആഡ് ചെയ്തിട്ടുള്ളൂ. എൻ്റെ കൂടെ ഒരു 7-8 അല്ലി ചെറിയ ഉള്ളി, തൊലിയെല്ലാം കളഞ്ഞ് ക്ലീൻ ചെയ്ത് വെച്ചതാണ്. അതിൻ്റെ കൂടെ നമുക്ക് തേങ്ങ ഞാൻ ബൾക്കായിട്ട് തന്നെ ചിരകി വെച്ചിട്ടുണ്ട്. അപ്പം അതിന് നമുക്കൊരു പിടി, ഏകദേശം ഒരു 1/4 കപ്പോളം ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഒരു വലിയ കൈപ്പിടിയും പിന്നെ ഒരു ചെറിയൊരു ഭാഗവും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കപ്പിൽ അളവ് പറയുകയാണെങ്കിൽ ഏകദേശം ഒരു 1/4 കപ്പോളം ഞാൻ ഇപ്പോൾ തേങ്ങ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഒരു 4-5 അല്ലി വെളുത്തുള്ളി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, അതും ആഡ് ചെയ്യാം. പിന്നെ വേണ്ടത് മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. എന്നിട്ട് ഞാനൊന്ന് ക്രഷ് ചെയ്തിട്ട് ജസ്റ്റ് ആ പൾസിലിട്ടിട്ട് 2-3 പ്രാവശ്യം ഒന്ന് കറക്കിയെടുക്കുക. അപ്പോൾ ഇതുപോലെ ഒന്ന് വരും. ഇനി നമുക്ക് നാടൻ കറിയല്ലേ, നാടൻ കറികൾക്ക് എപ്പോഴും ടേസ്റ്റ് തരിക ചട്ടിയിലിട്ട് കുക്ക് ചെയ്യുമ്പോഴാണ്. അപ്പോൾ ഞാനൊരു ചട്ടി എടുത്തിട്ടുണ്ട്. ചട്ടിയിലോട്ട് കോവയ്ക്ക നീളത്തിൽ അരിഞ്ഞത് ആഡ് ചെയ്ത് കൊടുത്തു. അതിൻ്റെ കൂടെ നമ്മൾ വെള്ളത്തിൽ കുതിർത്ത് വെച്ച കൊടംപുളി, അതിൻ്റെ തന്നെ ഞാൻ കുറച്ച് ഒരു ടേബിൾ സ്പൂൺ വരണ മാതിരി വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കണം. നമ്മൾ കുതിർക്കാൻ വെച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് കുറച്ച്. കാരണം നമുക്ക് ഇത് തട്ടിപ്പൊത്തി വെച്ചിട്ട് ആവി കയറ്റി വേവിക്കാനുള്ളതാണ്. അപ്പോൾ ചിലപ്പോൾ ആ ചട്ടി ആയതുകൊണ്ട് ചിലപ്പോൾ അടിഭാഗം കരിഞ്ഞ് പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തത്. എന്നിട്ട് അതിൻ്റെ കൂടെ നമ്മൾ നേരത്തെ നമ്മൾ ക്രഷ് ചെയ്ത് വെച്ച തേങ്ങ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക, തട്ടിപ്പൊത്തി വെച്ച് കൊടുക്കുക. ഇനി നമുക്ക് ഒരു അടപ്പുകൊണ്ട് അടച്ചിട്ട് ഇത് ആവി കയറ്റി എടുക്കണം. അപ്പം അതിന് മുമ്പായിട്ട് നമുക്ക് കുറച്ച് ഉപ്പും കുറച്ച് കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അത് കഴിഞ്ഞ ശേഷം എന്താ ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ പറയാം. ഇത്രയേ ഉള്ളൂ. ആക്ച്വലി ഇതൊന്ന് ആവി കയറ്റി ആ കോവയ്ക്കൊക്കെ ഒന്ന് വെന്ത് വന്നു കഴിഞ്ഞാൽ നമ്മുടെ കോവയ്ക്ക പീര അല്ലെങ്കിൽ കോവയ്ക്ക പീര പറ്റിച്ചത് റെഡി ആയിട്ടുണ്ട്. മീൻ പീര മാതിരി തന്നെ. ഞാൻ കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുത്തു. അതിന് കൂടെ ഞാൻ കുറച്ച് കറിവേപ്പില, ഒരു 8-10 ഇല കറിവേപ്പില കീറിയിട്ട് അത് മുകളിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ തേങ്ങ ക്രഷ് ചെയ്തെടുക്കുന്നതിൻ്റെ കൂടെ തന്നെ കറിവേപ്പിലയും ആഡ് ചെയ്യാം, അതിലും നല്ല ഫ്ലേവർ വരും. ഇപ്പോൾ കറിവേപ്പിലയും ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുപ്പ് കത്തിച്ചിട്ട് അടച്ചു വെച്ചിട്ട് ഇതൊന്ന് ആവി കയറ്റിയെടുക്കാം. ഒരു 7-8 മിനിറ്റ് അതിനുള്ളിൽ കോവയ്ക്ക വെന്ത് വരും. അത്രേ ആവശ്യമുള്ളൂ. അടുപ്പ് കത്തിച്ചിട്ട് വെച്ചിട്ടുണ്ട്, അടച്ചും വെച്ചു. ഇനി ഒരു 5-6 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് തുറന്ന് നോക്കാം. ഓക്കെ, ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത്, കാരണം അടി പിടിക്കാതിരിക്കാൻ ഒന്ന് ശ്രദ്ധിക്കണം. ഞാനേ 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ തുറന്നിട്ട് നമ്മൾ അരപ്പിൽ ഞാൻ ജീരകം ആഡ് ചെയ്യാൻ വിട്ടുപോയി. അപ്പം ഞാൻ 1 ടീസ്പൂൺ തേങ്ങ കൂടെ ആഡ് ചെയ്തിട്ട് അതിലോട്ട് 1/2 ടീസ്പൂൺ ജീരകം ആഡ് ചെയ്തിട്ട് വീണ്ടും ഒന്ന് പൾസിലിട്ടിട്ട് ഒന്ന് കറക്കിയെടുത്തു. അപ്പം നിങ്ങൾ ചെയ്യുമ്പോൾ ഒന്നിച്ചിട്ട് ആ തേങ്ങ അരയ്ക്കുന്ന സമയത്ത് തന്നെ ഒരു 1/2 ടീസ്പൂൺ ജീരകം കൂടി ഇട്ടിട്ട് അരച്ചെടുത്താൽ മതി, ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. അപ്പം ഞാൻ ആദ്യത്തെ പ്രാവശ്യം ചെയ്യാൻ വിട്ടുപോയതുകൊണ്ട് കുറച്ച് 1 ടീസ്പൂൺ തേങ്ങ എക്സ്ട്രാ ആഡ് ചെയ്തിട്ട് ജീരകം കൂടി ഇട്ടിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തതാണ്. അപ്പോൾ ആ ജീരകത്തിൻ്റെ ഫ്ലേവർ എല്ലാവിടേക്കും എത്താൻ വേണ്ടിയിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും ഇതേമാതിരി തന്നെ എല്ലാം ഒന്ന് സെറ്റ് ചെയ്തിട്ട് ഒന്ന് തട്ടിപ്പൊത്തി വെച്ചിട്ട് അടച്ചു വെച്ചിട്ട് ഫുൾ വേവിക്കാൻ വയ്ക്കുകയാണ്. ഇത് ഹസ്ബൻഡിന് ഭയങ്കര ഇഷ്ടമാണ്, കാരണം മീൻ ഞാൻ വല്ലപ്പോഴേ വെക്കാറുള്ളൂ. അപ്പം ആ ടേസ്റ്റുള്ള ഡിഷസ് വെച്ച് കൊടുക്കുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കുന്ന ഒരു ഡിഷാണ്. കോവയ്ക്കും ഭയങ്കര ഇഷ്ടമാണ്. അപ്പം കോവയ്ക്ക വെന്തു. നമ്മുടെ കോവയ്ക്ക പീര
റെഡി ആയിട്ടുണ്ട്. ചട്ടിയിൽ വെക്കുമ്പോൾ പ്രത്യേക സ്വാദ് തന്നെയാണ് കേട്ടോ. അതിൻ്റെ ആ ഒരു ടേസ്റ്റും കൂടെ വരുമ്പോൾ ഓഫ് ചെയ്ത ശേഷം ഞാൻ അതിലോട്ട് ഏകദേശം ഒരു 1/2 ടീസ്പൂൺ വരണ മാതിരി വെളിച്ചെണ്ണ. നാടൻ ഡിഷസിന് എപ്പോഴും വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നതാണ് ടേസ്റ്റ്. ലാസ്റ്റ് ഒരു 1/2 ടീസ്പൂൺ വരണ മാതിരി ആ ചൂടിൽ തന്നെ ആ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുമ്പോൾ നല്ല മണം വരും. അപ്പോൾ എണ്ണ കൂടെ ഒഴിച്ചു കൊടുത്തു വെളിച്ചെണ്ണ. എന്നിട്ടൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കുകയാണ്. ആ എണ്ണ എല്ലാ ഭാഗത്തേക്കും അതിൻ്റെ ഫ്ലേവർ എല്ലാവിടേക്കും വരാൻ വേണ്ടിയിട്ട്. അതിൻ്റെ കൂടെ ഞാൻ ഒരു 3-4 ഇല കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം എക്സ്ട്രാ ഫ്ലേവറിന് വേണ്ടിയിട്ട്. ഇത്രയേ ഉള്ളൂ. നമ്മുടെ കോവയ്ക്ക പീര പറ്റിച്ചത് റെഡി ആയിട്ടുണ്ട്. ചോറിൻ്റെ ഒപ്പം കഴിക്കാൻ പറ്റിയ അടിപൊളി കോമ്പിനേഷനാണ്. അപ്പോൾ ഫ്ലേവർ പോവാതിരിക്കാൻ ഞാൻ അടച്ചു വയ്ക്കുകയാണ്. അപ്പോൾ കഴിക്കുന്ന സമയത്ത് മാത്രം തുറന്നിട്ട് ഒന്നുകൂടെ ഒന്ന് ഇളക്കി സെർവ് ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.